പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരള പാഠാവലിയിലെ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന ഹൃദയസ്പർശിയായ കഥയാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഒരു ബന്ധവാക്യമാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു. സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു. എന്താണ് ഇതിൻ്റെ ആശയം? കൊടിയ വേദനകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അവയെ മറികടക്കാൻ നമുക്ക് സ്നേഹത്തോടു കൂടിയ വാക്കുകളോ അല്ലെങ്കിൽ ഒരു തലോടലോ അതിന് സഹായിക്കും. അത് നമ്മുടെ ഹൃദയത്തിലാണ് തൊടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുമ്പോഴും പരിഗണിക്കുമ്പോഴുമാണ് ഈ ജീവിതം വളരെ മനോഹരമായി തോന്നുന്നത്. ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് അമ്മ എന്ന കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുക. കഥ വായിക്കാം. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെർസിഡീസ് കാർ തള്ളിയിട്ടു. അവർക്ക് തൻ്റെ വലത്തെ കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കാൻ കൂടി നാവ് ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കായകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടു കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു. തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പാൽക്കാരൻ അവരുടെ നേർക്ക് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്ത് ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാനെന്തിനെ ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നുസ്സുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എൻ്റെ പേര് ബോലേറാം എന്നാണ്. അച്ഛൻ്റെ പേരോ? അച്ഛൻ്റെ പേര് മോത്തിറാം. തൻ്റെ സ്വദേശം എവിടെയാണ്? ഇമാംഗഞ്ച്. ഇമാംഗഞ്ചോ? അതെവിടെ കിടക്കുന്നു? ഇതെന്തൊരു ഭ്രാന്താണ്, പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ, വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവര് വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാവാം തൻ്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനെങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾക്കും ഒരമ്മയില്ലേ? ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം? മാറി നിൽക്ക്, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ,
വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ. 1/4 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. ഇത് നിങ്ങളുടെ അമ്മയാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത ബിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാല് ആകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ? പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത്. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ. ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മേ എന്ന വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ, വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ? എന്താണ് പിറുപിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തല കുലുക്കി. ഞാൻ അവരെ വിളിപ്പിക്കണോ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. എനിക്കൊക്കെ മാറി, വൃദ്ധ പറഞ്ഞു. അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയി ആക്കി തരണോ? വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോവാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങി പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി. വെണ്ടയ്ക്കയൊക്കെ പോയി, വൃദ്ധ പിറുപിറുത്തു. പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുമ്പിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു. അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ട് ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. എൻ്റെ വേദന മാറി, ഞാൻ തന്നെ പോയിക്കൊള്ളാം. അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അല്ല, വെള്ളമെടുത്തു വയ്ക്കാൻ താൻ മറന്നുവെന്നോ? പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല. ഇന്ന് തനിക്ക് പട്ടിണി തന്നെ. അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മെനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിച്ച് മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്ന് കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യമില്ലാതായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണുനീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം. തണുപ്പ്. മാധവിക്കുട്ടി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചെറുപ്പത്തിൽ ചോദിച്ചാൽ നമ്മൾ പറയുക അമ്മ എന്നായിരിക്കും. വിവാഹിതരാകുന്നതുവരെ അമ്മ പ്രിയപ്പെട്ടവരാകുന്ന മക്കൾക്ക് വിവാഹശേഷം അവരുടേതായ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ അമ്മയിൽ നിന്നുള്ള അകലം കൂടുന്നു. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിൽ അമ്മയെ ശരണാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നതാണ് കാണുന്നത്. ഇവിടെ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലും സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും വേണ്ടി കൊതിക്കുന്ന അമ്മയെ കാണാം. ചെറിയൊരു അപകടത്തിന് ശേഷം അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം മനുഷ്യർ അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്.
പാൽക്കാരൻ, പോലീസുകാരൻ, ടാക്സി ഡ്രൈവർ, ഡോക്ടർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുടെ പ്രതിനിധികളാണ് അവർ. ഓരോ ആളും അമ്മേ എന്ന സംബോധനയിലൂടെ അവരെ സമീപിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാം. അത്യധികം ഏകാന്തവും സ്നേഹശൂന്യവുമായ ജീവിതമാണ് അമ്മയുടേത്. ദാരിദ്ര്യവും വാർദ്ധക്യത്തിൻ്റെ അവശതകളും അവരെ ഏറെ തളർത്തിയിട്ടുമുണ്ട്. തൻ്റെ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവളാണ് ആ അമ്മ. എന്നിട്ടും തൻ്റെ മക്കളെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ അവർ തയ്യാറാവുന്നില്ല. മക്കൾ വളർന്ന് വിവാഹിതരായപ്പോൾ അവർ അമ്മയെ ഉപേക്ഷിച്ച് അന്യനാട്ടിലേക്ക് പോയി. അമ്മയെന്ന വിളി കേട്ടിട്ട് തന്നെ കുറേ കാലങ്ങളായി. മക്കൾ ഉപേക്ഷിച്ചു പോയെങ്കിലും അവരെ സ്നേഹിക്കാൻ ഒരുപാട് മക്കൾ ചുറ്റുമുണ്ടെന്നുകൂടി ഈ കഥ പറയുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്ന മാനസിക സംഘർഷം കൂടി ഈ കഥയിൽ കാണാം. ഉപേക്ഷിക്കപ്പെട്ട മാതൃത്വത്തിൻ്റെ അനാഥത്വം, കണ്ണുനീർ നിറഞ്ഞ ഒരു ലോകം മാധവിക്കുട്ടിയുടെ കഥകളിൽ കാണാം. കോലാട്, കീറിപ്പൊളിഞ്ഞ ചകലാസ്, നെയ്പായസം, കുപ്പായം തുടങ്ങിയ കഥകളിൽ വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങളിലെ അമ്മമാരാണുള്ളത്. ഈ അമ്മമാരൊന്നും ആരാധിക്കപ്പെടുന്നവരോ വാഴ്ത്തപ്പെടുന്നവരോ അല്ല, അവഗണനയുടെ കയ്പുനീര് കുടിക്കുന്നവരാണ്. ഈ പാഠഭാഗത്തും നമുക്ക് ഇങ്ങനെയുള്ള ഒരു അമ്മയെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. മാധവിക്കുട്ടി ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരിയും മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയുമായിരുന്നു മാധവിക്കുട്ടി എന്ന കമല സുരയ്യ. 1934 മാർച്ച് 31 പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. 2009 മെയ് 31 മരിച്ചു. കമല എന്ന പേരിൽ ജനിച്ച മാധവിക്കുട്ടി കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലും മാധവിക്കുട്ടി എന്ന പേരിൽ മലയാള സാഹിത്യത്തിലും പ്രശസ്തയായി. 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമല സുരയ്യ എന്ന പേര് മാറ്റി. തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്ത് പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും VM നായരുടെയും മകളായി ജനിച്ചു. സ്ത്രീകളുടെ വികാരങ്ങളും രഹസ്യമോഹങ്ങളും യാഥാസ്ഥിതിക സമൂഹത്തിനു മുന്നിൽ ധൈര്യത്തോടെയും സത്യസന്ധതയോടെയും എഴുതിയതിലൂടെ മലയാള സാഹിത്യത്തിൽ വലിയൊരു മാറ്റത്തിന് അവർ തുടക്കമിട്ടു. പക്ഷിയുടെ മണം, തണുപ്പ്, മതിലുകൾ, മാധവിക്കുട്ടിയുടെ കഥകൾ, എൻ്റെ ചെറുകഥകൾ, ചേക്കേറുന്ന പക്ഷികൾ, നഷ്ടപ്പെട്ട നീലാംബരി തുടങ്ങിയ കഥാസമാഹാരങ്ങളും ബാല്യകാല സ്മരണകൾ, എൻ്റെ കഥ, വർഷങ്ങൾക്ക് മുമ്പ് എന്നീ ആത്മകഥകളും, നീർമാതളം പൂത്ത കാലം, മാധവിക്കുട്ടിയുടെ 3 നോവലുകൾ, ചന്ദനമരങ്ങൾ, മാനസി, വണ്ടിക്കാളകൾ തുടങ്ങിയ നോവലുകളും പ്രധാന കൃതികളാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഏഷ്യൻ പോയട്രി പ്രൈസ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.